ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് എനിക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് നമുക്ക് ചെയ്യേണ്ട കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു ഞാനിപ്പം റൂം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വോളായിട്ട് സിംഗിൾ വോളായിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെയാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു റൂം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇതിനകത്ത് എനിക്ക് ഈ വോളിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ ഒരു വോളും സെലക്ട് ചെയ്യാണ്ട് വെക്കുവാണെങ്കിൽ നമുക്ക് വോളിൻ്റെ ഹൈറ്റ് ഇവിടെ മെൻഷൻഡ് ആണ്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതിനകത്ത് നമുക്ക് വോൾ ഹൈറ്റ് വന്നിട്ട് നമുക്ക് ഓരോ വോളിൻ്റെ ഹൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വോളിൽ എനിക്ക് ഈ ഒരു റൂം വന്നിട്ട് 300 ഹൈറ്റിൽ വന്ന് നിന്നിട്ട് ഈ റൂം വന്നിട്ട് എനിക്ക് 280 വന്ന് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് വോൾ എഡിറ്ററിൽ എനിക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഞാൻ ഇവിടെ എത്രയാണോ കൊടുക്കുന്നത് ആ ഒരു വാല്യൂ മൊത്തം വോളിൻ്റെ ഹൈറ്റാണ് ചേഞ്ച് ആവുന്നത്. അതല്ലാതെ സിംഗിൾ വോൾ മെഷർമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് 24 ആണ് ഓരോ വോളിൻ്റെയും തിക്നെസ്. അത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 12 ആക്കണമെങ്കിൽ 12 ആക്കാം, അല്ലെങ്കിൽ 10 ആക്കണമെങ്കിൽ 10 ആക്കാം. എത്രയാണോ നമ്മുടെ വോൾ തിക്നെസ് അത് നമുക്കവിടെ എഡിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഈ ഒരു വോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്കിവിടെ ഡോറ് വെക്കാം. ഞാനിപ്പോൾ ഒരു ഡോറ് വെച്ചു. ആ ഡോറിൻ്റെ മെഷർമെൻറ്റും ഹൈറ്റ് വിഡ്ത്ത് വേരിയേഷനൊക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്കിപ്പോൾ ഹൈറ്റ് മാത്രം ഒന്ന് 210 ആക്കണം. ഇതൊരു 90 കൊടുക്കാം. ഞാനൊരു നോർമൽ ഡോറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ 90 കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡബിൾ ഡോറ്, സ്ലൈഡിങ് ഡോറ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്യൂട്ടബിൾ ആയിട്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് കൊടുക്കാം. പിന്നെ വിൻഡോ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് വോളിൽ മാത്രം ക്രിയേറ്റ് ആവുള്ളൂ. അപ്പോൾ വോളിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ മെഷർമെൻറ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലാതെ നമുക്കിവിടെ മെഷർമെൻറ്റ് എഡിറ്റബിൾ ആണ്. നമുക്ക് റൈറ്റ് സൈഡിൽ അതിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും നമുക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ഇമേജ് വന്നിട്ട് ഇങ്ങനെയായിരിക്കും വരുന്നത് 3D വരുമ്പോൾ. ഇതാണ് നമ്മളുടെ കൊടുത്ത വിൻഡോ. ഈ ഒരു നമുക്കിപ്പോൾ കൊടുക്കാം ഹൈറ്റ് വന്നിട്ട് 150 കൊടുക്കാം, ലെങ്ത്ത് 150 കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നോർമൽ ഒരു വിൻഡോയുടെ സൈസാണ് ഞാൻ കാണിക്കുന്നത്. തിക്നെസ് ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു വിൻഡോ വന്ന് നിൽക്കുന്ന ഒരു പോർഷൻ. ഇത് സിൽ ലെവൽ, ഇത് നമ്മളുടെ ഹൈറ്റ് എബവ് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ സിൽ ലെവൽ എത്രയാണോ കൊടുക്കേണ്ടത് അത് ആ ഒരു വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ബാക്കി ലെങ്ത്ത് ഒരു വിൻഡോൻ്റെ ലെങ്ത്തും വിഡ്ത്തും തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോറ് വന്നിട്ടുണ്ട്. ഇവിടെ ഡോർ ഇതുപോലെ 210 ഹൈറ്റ് ആണ്, 90 കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ ഒന്ന് നിൽക്കുന്നുണ്ട്. ഫ്ലോറ് നമ്മൾ 0 കൊടുത്തുകൊണ്ട് അത് ഫ്ലോറിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് നമ്മൾ നോക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വോളിൽ എനിക്ക് ഇവിടുത്തെ ഒരു വോൾ ഒരു ചെറിയൊരു കട്ടിങ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ